ഹലോ ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ സ്വീറ്റ് റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ കാഷ്നട്ടും കിസ്മിസും ചെറിയ ചെറിയ പീസസ് ആയിട്ട് നുറുക്കി ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ചിക്കിയെടുക്കണം. പഞ്ചസാരയും കോഴിമുട്ടയും നല്ലപോലെ യോജിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് ഇതേപോലെ 4 വശവും മുറിച്ച് കളയണം. അതിൻ്റെ ചുവന്ന ഭാഗം മുറിച്ച് കളയണം. അതിനുശേഷം ചപ്പാത്തിയുടെ ആ ഒരു കോല് വെച്ചിട്ട് അതിനെ നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കണം. ഒരു വശത്തേക്ക് മാത്രം പരത്തിയാൽ മതി. ഇതേപോലെ അതിൻ്റെ അറ്റ ഭാഗം നല്ലപോലെ പരത്തിയെടുക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം വെച്ച് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതേപോലെ ഷേപ്പിലാക്കിയിട്ട് വെള്ളം വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കണം. വെള്ളം വെച്ച് കൊടുത്താൽ മതി, അങ്ങനെ ഒട്ടിയിരുന്നോളും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കണം. ഇതേപോലെ നിറച്ച് കൊടുത്തിട്ട് മുകൾ ഭാഗം കൂടി ഇതേപോലെ തന്നെ വെള്ളം വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം കൂടി ഇങ്ങനെ തൊട്ട് വെച്ചാൽ മതി, അവിടെ ഒട്ടിയിരുന്നോളൂ. ആ ഗ്യാപ്പെല്ലാം ഒന്ന് ചേർത്ത് ഒട്ടിച്ച് വെച്ച് കൊടുക്കുക. ഇതേപോലെ ഇനി ബാക്കി നമുക്ക് ആ സൈഡൊക്കെ മുറിച്ചെടുത്ത ഭാഗം ഒന്ന് ഒരു പാനിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ റസ്ക് പൊടി നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം. അതിനുശേഷം ഒരു കോഴിമുട്ട പൊട്ടിച്ചതിലേക്ക് ഒരല്പം പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കുറച്ച് പാലും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബ്രെഡിൻ്റെ ഓരോ പീസസും ഇതേപോലെ കോഴിമുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാം ചെയ്ത് വയ്ക്കണം. ഇതുപോലെ. അതിനുശേഷം നമുക്ക് ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ, സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. അതിനുശേഷം ഇത് ഓരോന്നും ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഇതേപോലെ ഫ്രൈ ആക്കി എടുക്കണം. ഒരു വാൽനക്ഷത്രത്തിൻ്റെ ഷേപ്പൊക്കെ ഇല്ലേ ഈ സ്നാക്കിന്, അതുകൊണ്ടാണ് ക്രിസ്മസ് സ്പെഷ്യൽ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.